ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഇലാക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കറ്റാർ വാഴ, അലോവേര ചെടിയാണ്. ഇത് ഞാൻ ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്തിയ ഒരു കറ്റാർ വാഴയാണ്. ഒരു ചെറിയ വൈറ്റ് പോട്ടിലാണ് ഞാൻ ഈ കറ്റാർ വാഴ ചെടി നട്ടത്. നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയ ചട്ടിയിൽ കറ്റാർ വാഴ നട്ട് ഒരു മാസം കഴിഞ്ഞ കറ്റാർ വാഴയാണ്. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമില്ല. ലൂസായ മണ്ണിലാണ് വളർത്തിയത്. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഇതിൽ തന്നെ 2 തൈകളുണ്ടായിട്ടുണ്ട്. സാമാന്യം ഒരു പുഷ്ടിയുള്ള തൈയാണ്. നമുക്ക് ലൂസായ മണ്ണായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് വേർപെടുത്തിയെടുക്കാം. ഇത് വേറെ ചട്ടികളിൽ വളർത്തി വേറെ അലോവേര പ്ലാന്റ് ഉണ്ടാക്കാവുന്നതാണ്. ചുവട്ടിൽ കെട്ടിക്കിടക്കാൻ അനുവദിക്കുന്നത്. ഇൻഡോർ പ്ലാന്റായിട്ട് വളർത്തിയുണ്ട്. ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഫ്രഷിയായിട്ട് തോന്നി. നല്ല ഡാർക്ക് പച്ച നിറവും ഫീൽ ചെയ്ത് അതൊക്കെ ഇൻഡോർ പ്ലാന്റ് പോകുന്നുണ്ട്. ഇതിനെ ആഴ്ചയൊരിക്കൽ നമ്മൾ വെളിയിൽ സൺലൈറ്റ് ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. രണ്ടറ്റത്തും മുള്ളുപോലെ, ഇലകളുടെ രണ്ടറ്റത്തും മുള്ളുപോലെയുണ്ട്. ഈ ഇലകൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇലകളാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഇത് വേറൊരു പ്ലാന്റ്, ഞാൻ ഔട്ട്ഡോറായിട്ട് വളർത്തിയ വേറൊരു കറ്റാർ വാഴ പ്ലാന്റാണ്. ഇത് ആദ്യത്തെ പ്ലാന്റാണ്, മദർ പ്ലാന്റാണ്. ഇതിൽ നിന്നാണ് മറ്റേ തൈ ഞാൻ ഇൻഡോർ പ്ലാന്റിലേക്ക് എടുത്തത്. ഇതിപ്പോൾ തന്നെ നമുക്ക് 3-4 തൈകൾ കാണാം. എല്ലാം മാറ്റി നടേണ്ട സമയമായി. വലിയ വലിയ തൈകളാണ് കാണുന്നത്. ഏകദേശം 4 തൈകളോളം ഉണ്ട്. തൈകൾ മാറ്റി വേറെ ചെടിച്ചട്ടികൾ വന്ന് ഓരോ ഇൻഡിപെൻഡൻറ്റ് പ്ലാന്റായിട്ട് നമുക്ക് കിട്ടും. വെളിയിൽ വെച്ചോണ്ട് മഴക്കാലം ആയതുകൊണ്ട് ചട്ടിയിൽ വായിൽ പിടിച്ചിട്ടുണ്ട്. മഴക്കാലം കഴിഞ്ഞിട്ട് ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് വെക്കണം. ഈ ചീഞ്ഞ ഇലകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുത്താൽ നന്നായി. അല്ലാതെ പ്രത്യേകിച്ച് വളരെയാണ് ആവശ്യമില്ല. കാണുന്നതാണ് മദർ പ്ലാന്റാണ്. ഇതാണ് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് വലിയ ഇലകളെല്ലാം എടുത്തായിരുന്നു. ഇലകൾ ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കുന്നതിനും തലയിൽ തേക്കുന്നതിനും നല്ലതാണ്. ഇലകളിൽ വൈറ്റമിൻ എ, ബി, സി, ഇ, ഫോളിക് ആസിഡ് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇലകളെ മുറിച്ചെടുക്കുമ്പോൾ അതിനൊരു മഞ്ഞ ലിക്വിഡ് ഉണ്ടാവും. അത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. മഞ്ഞ ലിക്വിഡ് ചൊറിച്ചിലുണ്ടാക്കും. ഇല മുറിച്ചെടുത്തിട്ട് 2 വശത്തെ മുള്ളുകളെ നീക്കം ചെയ്ത് അകത്തുനിന്ന് ജെല്ലെടുക്കുക. ഈ ജെല്ല് ഉപയോഗിച്ച് ഇങ്ങനെ ഇല മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ജെൽ മിക്സിയിൽ അടിക്കുക. മിക്സിയിൽ അടിച്ച് നല്ല കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ചേർത്ത് തലയിൽ തേക്കുന്നത് താരൻ ഒഴിവാക്കാൻ നല്ലതാണ്. ഈ ഇല മുറിച്ചെടുത്ത് വേറൊരു ചട്ടിയിൽ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ചെടി ഉണ്ടാക്കാനും പറ്റും. ചിലപ്പോൾ ഇലകൾ ചീഞ്ഞു പോകും, എങ്കിലും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇല മുറിച്ച് നട്ടും തൈ മാറ്റി നട്ടും വേരിന് മുകളിൽ വെച്ച് ചെടി മുറിച്ച് ചെടിയും വേരും വേറെ വേറെ ചട്ടികളിൽ വെച്ചും നമുക്ക് പുതിയ തൈ പിടിപ്പിച്ചെടുക്കാം. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.